എനിക്ക് ഏറ്റവും ബെസ്റ്റ് സദ്യ ട്രിവാൻഡ്രം ഞാൻ ഇട്ട് കൊടുക്കില്ല. ബാക്കി എല്ലാ ബിരിയാണി ഒക്കെ എടുത്തോ, അതെല്ലാം അവരുടെ സാധനമാണ്. പക്ഷെ ട്രിവാൻഡ്രത്ത് കാരണം അവിടെ ബോളിയും പായസവും ഉണ്ട്. പരിപ്പ് ചോറിലൊഴിച്ച് അതിൽ നെയ്യിട്ട് അതിൽ പപ്പടം ഇട്ട് ഞെവിടി അങ്ങനെയല്ലേ കഴിക്കുന്നത് ഇതെല്ലാം. പിന്നെ ഞാൻ പപ്പടം വെച്ച് എന്ത് ചെയ്യണം ഞാൻ അളിയൻ്റെ അടുത്ത് വെച്ചു. അളിയനൊക്കെ ചിരിച്ചു. കേട്ടോ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഐഡിയ കേട്ടു. ഇനിയിപ്പോൾ അടുത്തൊരു മീറ്റിംഗ് ആയിട്ടില്ല. ഈ ഇടയ്ക്ക് അങ്ങോട്ട് വീട്ടിൽ പോയപ്പോൾ പോലും അവനെ കണ്ടിട്ടില്ല. അവനെവിടെയാണെന്ന് എനിക്കറിയില്ല. അവനെ ഹൈബർനേഷനിലാണെന്ന് തോന്നുന്നു, ഉറക്കവും എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഗോകുലായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. ആദ്യത്തെ പായസത്തിൽ നമ്മൾ പഴമിട്ട് കുഴച്ച് കഴിക്കും. അത് കഴിഞ്ഞ് പാൽപ്പായസം ഒഴിച്ചിട്ട് ബോളിയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരുവട്ടാർ ബോളി, അല്ലെങ്കിൽ അവിടെ മഹാബോളി ഉണ്ട്. അങ്ങനെ പല കരമന ബോളിയുണ്ട്. ബോളിയും പായസവും അത് പിന്നെ അത് വിട്ടൊരു കളിയില്ല. മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസ് എന്നുള്ള ഇതിൽ നല്ല കണ്ടന്റും ഉണ്ടാക്കിയ എത്രയോ നല്ല സിനിമ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ് ആക്ച്വലി. അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ എന്തെല്ലാം പണ്ട് വെള്ളാനങ്ങളുടെ നാട്, ഓട്ടോ, അനന്തഭദ്രം, കണ്ണെഴുതി. ഓണം ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം എപ്പോഴും ട്രിവാൻഡ്രം നമുക്കൊരു ഡിഫറെന്റ്, നമ്മൾ ആ സദ്യയുടെ കാര്യത്തിൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നോർത്ത് ഈസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് സദ്യ ട്രിവാൻഡ്രം ഞാൻ ഇട്ട് കൊടുക്കില്ല. ബാക്കി എല്ലാ ബിരിയാണി ഒക്കെ എടുത്തോ, അതെല്ലാം അവരുടെ സാധനമാണ്. പക്ഷെ ട്രിവാൻഡ്രത്ത് കാരണം അവിടെ ബോളിയും പായസവും ഉണ്ട്. വെളിയിലൊക്കെ ചെന്ന ബോളി ഇപ്പം എൻ്റെ കല്യാണത്തിന് പോലും കല്യാണം പാലിയത്ത് വെച്ചിട്ടായിരുന്നല്ലോ. അവിടെ എൻ്റെ മറ്റേ ക്യാമറകളൊക്കെ നിൽപ്പുണ്ട്. മറ്റേ ഓൺലൈൻ മീഡിയാസൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഇരുന്ന് വിളമ്പുന്ന സമയത്ത് എൻ്റെ അളിയനും സൈഡിൽ വന്നിരിപ്പുണ്ട്. ആ വീഡിയോയിൽ കാണാം. ഞാൻ ഇങ്ങനെ ചോറ് വിളമ്പി കഴിഞ്ഞപ്പോൾ പരിപ്പ് സൈഡിൽ ചെറുതായിട്ട് ഞാൻ പറഞ്ഞേ അതെങ്ങനെ ശരിയാവും? പരിപ്പ് ചോറിലൊഴിച്ച് അതിൽ നെയ്യിട്ട് അതിൽ പപ്പടം ഇട്ട് ഞെവിടി അങ്ങനെയല്ലേ കഴിക്കുന്നത് ഇതെല്ലാം. സൈഡിൽ പഴം, മറ്റേ ചിപ്സ്, അതൊക്കെ ഒരു ഓർഡർ. അപ്പം ഇല്ല, ഇവിടെ ഓർഡർ പപ്പട സൈഡിൽ സെപ്പറേറ്റ്. പിന്നെ ഞാൻ പപ്പടം വെച്ച് എന്ത് ചെയ്യണം ഞാൻ അളിയൻ്റെ അടുത്ത് വെച്ചു. അളിയനൊക്കെ ചിരിച്ചു. ഈ പിന്നെയൊക്കെ ചെല്ലുമ്പോൾ പാലിയത്ത് ചെല്ലുമ്പോൾ നൈസായിട്ട് എനിക്ക് മറ്റേ കുറച്ച് പരിപ്പും പപ്പടമൊക്കെ മനസ്സിലായി. ഇവൻ ട്രിവാൻഡ്രത്താണ്, ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള രീതിയിൽ എനിക്ക് പരിപ്പും പപ്പടവും അങ്ങനെയൊക്കെ തരും. അപ്പം ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഈ ബോളിയും പായസവും അത് പിന്നെ അത് വിട്ടൊരു കളിയില്ല. അത് പിന്നെ നമുക്ക് ആ ഒരു മറ്റേ തമിഴ് ആ ഒരു സംഭവം കൂടെ ട്രിവാൻഡ്രം ആയതുകൊണ്ടും അവിടെ നിന്നൊക്കെ അവിടെ തിരുവട്ടാർ ബോളി, അല്ലെങ്കിൽ അവിടെ മഹാബോളി ഉണ്ട്. അങ്ങനെ പല ബോളി പരിപാടികളുണ്ട്. കരമന ബോളിയുണ്ട്, കുറേ ടൈപ്പ് ഓഫ് ബോളീസ് ഉണ്ട്. അപ്പം അതെന്നാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വെളിയിൽ നിന്ന് അവർക്ക് കഴിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ കണ്ടാ ഇതല്ലേ ഞാൻ എത്ര വർഷമായിട്ട് പറയുന്നത്, ഇതാണ് സംഭവം ബോളിയും പായസവും. അപ്പം അതൊക്കെ പിന്നെ പക്ഷേ എന്നാലും ഇപ്പം വൈഫിൻ്റെ സ്ഥലം പാലിയത്തും അവിടെയൊക്കെ നല്ല പാലടയാണ്. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷേ ബോളിംഗ് ഉണ്ടെങ്കിൽ അടിപൊളി. നമുക്ക് പിന്നെ ഇതും ഉണ്ടല്ലോ, ശർക്കര അടപ്പായസത്തിനകത്ത് പഴവും പപ്പടവും. മറ്റേ പഴം ഇട്ട് ആദ്യത്തെ പായസത്തിൽ നമ്മൾ പഴം ഇട്ട് കുഴച്ച് കഴിക്കും. അത് കഴിഞ്ഞ് പാൽപ്പായസം ഒഴിച്ചിട്ട് ബോളിയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം. അപ്പം സദ്യയാണ് ഏറ്റവും വലിയ ഓർമ്മ. സദ്യയിൽ ഇഷ്ടം എന്താണ്? പായസം തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഓണത്തിന്റെ ഇപ്പൊ നിങ്ങൾ കുറേ പേരുണ്ടല്ലോ ട്രിവാൻഡ്രത്ത്. ഇപ്പൊ ഗോകുലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ നമ്മളൊരു സൂപ്പർ സ്റ്റാർ കിഡ്സ് എന്ന് പറയാൻ പറ്റുന്ന കുറേ ആൾക്കാർ ട്രിവാൻഡ്രത്ത് തന്നെ ബേസ്ഡ് ആണ്. നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷനിലാണോ, അതോ നിങ്ങൾ ഈ ഇങ്ങനെ ഫെസ്റ്റിവൽസിലും അങ്ങനത്തെ മൂഡ്സിലൊക്കെ കാണാറുണ്ടോ? ഈ ഗോകുല് കുറേയൊക്കെ കൂടുതലും കൊച്ചിയിലും കൂടെയാണ്. ഇവിടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ട്രിവാൻഡ്രം വരും. ഞാൻ അവനെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ഈ ഇടയ്ക്ക് അങ്ങോട്ട് വീട്ടിൽ പോയപ്പോൾ പോലും അവനെ കണ്ടിട്ടില്ല. അവനെവിടെയാണെന്ന് എനിക്കറിയില്ല. അവനെ ഹൈബർനേഷനിലാണെന്ന് തോന്നുന്നു, ഉറക്കവും എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഗോകുലായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. പണ്ട് തൊട്ടേ ഉള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ വളരെ ഓപ്പണായിട്ട് അവൻ്റെ സംസാരിക്കുന്നതാണ്. അവൻ്റെ അടുത്ത് ഞാൻ ചൂടാവും, അവൻ്റെ അടുത്ത് ചൂടാവും, പല കാര്യങ്ങൾ പറയും. അത്രയും ബന്ധമാണ്. എനിക്ക് എന്തും പറയാൻ വേണ്ടി അങ്ങനെ ഒരു ബന്ധമാണ്. ബാക്കി ആൾക്കാർക്കുള്ള ഫ്രീഡം പോലെ അല്ല എൻ്റെ ഫ്രീഡം. കാരണം ഞാൻ അത്രയും വർഷമായിട്ട് അവനെ കുട്ടിക്കാലം തൊട്ടുള്ള കമ്പനിയാണ്. അപ്പം പക്ഷേ ചിലപ്പോൾ കാണുന്ന ഇവിടെ കൊച്ചിയിൽ വെച്ചൊക്കെ ആയിരിക്കും. നമ്മൾ ഫോൺ വിളികളിലൂടെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓണത്തിൻ്റെ ഈ സമയത്ത് നിങ്ങളുടെ ഈ ഒരു 4.5 ഗ്യാങ് എന്നൊരു മൂവി, അത് കഴിഞ്ഞ് മസ്തിഷ്ക മരണം, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്തെങ്കിലും പ്രോജക്റ്റ് അത് നമ്മളിപ്പോൾ ഒരു സംഭവം പിച്ച് ചെയ്തിട്ടുണ്ട്. കൃഷാന്തേട്ടൻ ഇപ്പം നമ്മൾ ബന്ധമായി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് ഫിലിം മേക്കർ നിങ്ങൾ മനസ്സിലാക്കി പുള്ളിയിലോട്ട് ഇനി എഴുതുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം തീർച്ചയായിട്ടും മനസ്സിലാവും എന്തുകൊണ്ട്. ലാലേട്ടൻ കേട്ടോ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഐഡിയ കേട്ടു. ഇനിയിപ്പോൾ അടുത്തൊരു മീറ്റിംഗ് ആയിട്ടില്ല, അതിനിപ്പം ഇരിക്കണം. പുള്ളി തിരക്കുകളിലൊക്കെയാണ്. ഷൂട്ടും ബിഗ് ബോസും പിന്നെ ട്രാവൽസും പുള്ളി വെളിയിൽ പോകുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഇരിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കേട്ടോട്ടെ. എനിക്ക് വയ്യ. പിന്നെ വേറെ പ്രോജക്ട്സ് ഏതൊക്കെയാണ് പുതിയതായിട്ട് ഞാൻ 2-3 സാധനങ്ങൾ ഇപ്പം അതും ഇതുപോലെ നല്ല രസമുള്ള സാധനങ്ങൾ ഇങ്ങനെ കണ്ടൻറ്റൊക്കെ കേട്ട് വെച്ചിട്ടുണ്ട്. അതിനൊന്നും ടൈറ്റിലൊന്നും ആവാത്തത് കൊണ്ടും പിന്നെ എനിക്കത് പറയാൻ പാടുണ്ടോ എന്നറിയാത്തത് കൊണ്ടും ഞാൻ പറയാത്തതാണ്. അത് എൻ്റെയൊക്കെ മറ്റേ സ്ക്രിപ്റ്റിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഓക്കെ. അപ്പം ഇനിയും അച്ഛനെയൊക്കെ പോലെ പ്രൊഡക്ഷനിലോട്ടൊക്കെ വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതോ ഡയറക്ഷൻ സൈഡാണോ? എല്ലാം എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പ്രൊഡക്ഷൻ സൈഡിലും തീർച്ചയായിട്ടും നല്ല നല്ല കണ്ടന്റ് കൊടുക്കണം. കാരണം നമ്മുടെ ഒരു മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസ് എന്നുള്ള ഇതിൽ നല്ല കണ്ടന്റും ഉണ്ടാക്കിയ എത്രയോ നല്ല സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ് ആക്ച്വലി. അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ എന്തെല്ലാം പണ്ട് വെള്ളാനകളുടെ നാട്, ഓട്ടോ, അനന്തഭദ്രം, കണ്ണെഴുതി പൊട്ടുന്നിട്ട് കുറേ പടച്ചോട്ടം മുമ്പ് അല്ലേ. അപ്പം അങ്ങനൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് തീർച്ചയായിട്ടും ആൾക്കാർ ഇപ്പം പുതിയ പുതിയ അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വി ഹാവ് ടു സ്റ്റേ റെലവൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് വി ഹാവ് ടു കീപ് ഗിവിങ് ഗുഡ് കണ്ടന്റ്. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ്സും തീർച്ചയായിട്ടും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ ആർട്ടിന് വേണ്ടി പൈസയും കൂടെ ഉണ്ടാക്കണം തീർച്ചയായിട്ടും. അത് നമുക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലാവുന്നതാണ്, പൈസയും കൂടെ വേണം, എന്നാലേ ഒരു സമാധാനം തീർച്ചയായിട്ടും ലൈഫിൽ കാണും, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കൂടെ ചെയ്യാൻ താല്പര്യമുണ്ട്.